ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 99, ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസ്വകായമതിസുന്ദരമന്ദഹാസം വാദാദേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. വിഷ്ണുർവീര്യാണി ഗോവ കഥയതു ധരണേ കച്ചരേണുന്മിമീരേ യസ്യാംഗ്രീത്രയേണ ത്രിജഗദഭിമിതം മോദേന പൂർണ്ണസമ്പൻ യോ അസൗ വിശ്വാനി ദത്തേ പ്രിയമിക പരമം ധാമ തസ്യാഭിയായാം ത്വൻഭക്തായത്ര മാദ്യന്തമൃദാദ്രസ മരന്തസ്യ യത്ര പ്രഭാകഃ. അന്വയം. അർത്ഥം. വിഷ്ണു യസ്യ യാതൊരുവന്റെ അംഘ്രിത്രയേണ 3 കാലടികൾ കൊണ്ട് ഏവ മാത്രം ത്രിജഗത് 3 ലോകങ്ങളും അഭിമിതം അളക്കപ്പെട്ടതായി സമ്പത്ത് പൂർണ്ണമായി മോദതേ സന്തോഷിക്കുന്നു. യ അസൗ യാതൊരു ഇദ്ദേഹം വിശ്വാനി ലോകത്തെയെല്ലാം ദത്തേ വഹിക്കുന്നു. വീര്യാണി അങ്ങയുടെ കഴിവുകളെ ക ഏവ ഏതൊരുത്തനാൽ കഥയതു പറയുന്നു. ധരണേ ഭൂലോകങ്ങളുടെ രേണൂൻ പൊടികളെ ക ച ആരൊരുവനാണ് മിമീതേ അളക്കുന്നത് എത്ര യാതൊരിടത്ത് ത്വദ്ഭക്ത അങ്ങയുടെ ഭക്തന്മാർ മദ്യന്തി മതിക്കുന്നുവോ അമൃതരസമരന്തസ്യ അമൃതരസമായ തേനിൻ്റെ പ്രവാഹം ഒഴുക്ക് എത്ര എവിടെയാണോ ഉള്ളത് തസ്യ ആ അങ്ങയ്ക്ക് ഇഹ ഇവിടെ പ്രിയം ഇഷ്ടവും പരമം ഏറ്റവും ഉയർന്നതുമായ ധാമ സ്ഥാനത്തെ അഭിയായാം ഞാൻ പ്രാപിക്കണമേ. ഹരിവു. സാരം. ആരാണോ 3 അടികൾ കൊണ്ട് 3 ലോകവും അളന്നെടുത്ത് മഹാബലിയിൽ നിന്ന് ഐശ്വര്യം വീണ്ടെടുത്ത് ജനങ്ങളെ ഐശ്വര്യമുള്ളവരും സന്തുഷ്ടരുമാക്കിയത്, ആരാണോ യോഗബലത്താൽ പ്രപഞ്ചത്തെ ഉള്ളിൽ വഹിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാന്റെ എണ്ണിത്തീർക്കാനാവാത്ത ശക്തിവിശേഷങ്ങളെ ആർക്കും പറഞ്ഞറിയിക്കുവാൻ വയ്യ. മൺതരികളെ എണ്ണാനാവുകയില്ലല്ലോ. എവിടെയാണോ ഭഗവത് ഭക്തന്മാർ പരമാനന്ദ രസം അനുഭവിച്ച് മതിക്കുന്നത്, മുക്തിയാകുന്ന തേൻ ഒഴുകുന്നതെവിടെയാണോ അങ്ങനെയുള്ള ഭഗവത് പ്രിയവും സർവലോക ശ്രേഷ്ഠവുമായ വൈകുണ്ഠത്തിൽ എനിക്ക് പ്രാപിക്കുവാൻ കഴിയുമാറാകണമേ. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. ആദ്യായാശേഷകർത്രേ പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂരേൻ ഭക്താത്മാ വിഷ്ണവേയ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദോ കൃഷ്ണാദ്യം ജന്മയോ വാ മഖദികമഗതോ വർണ്ണയൻ സോയമേവ പ്രീതപൂർണോ യശോഭി സത്വരമിതമവിസരേൻ പ്രാപ്യമന്തേ പദം ദേ. അന്വയം. അർത്ഥം. ഭക്താത്മാ ഭക്തി സ്വരൂപമായ യഹ യാതൊരുവൻ ആദ്യായ ആദ്യനും അശേഷ കർത്തൃ പ്രപഞ്ചകർത്താവും പ്രതിനിമിഷ നവീനായ അനുനിമിഷം പുതുതായിരിക്കുന്നവനും വിഭൂതേ ഐശ്വര്യത്തിൻ്റെ ഭരണകർത്താവുമായിരിക്കുന്ന വിഷ്ണവേ വിഷ്ണുവിനായിക്കൊണ്ട് യജ്ഞാർച്ചനാദോ പൂജാദികൾ ആരംഭിക്കുമ്പോൾ ഹവിരാദീനി ഹവിസ് തുടങ്ങിയവ പ്രതിശതി നൽകുന്നു. യഹ വ യാതൊരുവൻ മഹത് വലിയതിനേക്കാൾ
മഹത് വലുതായ കൃഷ്ണാദ്യം കൃഷ്ണാവതാരം തുടങ്ങിയ ജന്മകഥയെ വർണ്ണിക്കുന്നത് സ അയം ഏവ, ഈ ഒരുവൻ തന്നെ, ഇഹ ഈ ലോകത്തിൽ, യശോഭി കീർത്തി കൊണ്ട്, പൂർണ്ണനും അന്തേ ഒടുവിൽ, പ്രാപിക്കുവാൻ യോഗ്യമായ തൻ ആ പദം സ്ഥാനത്തെ, ത്വരിതം വേഗം, അഭിസരേത് പ്രാപിക്കുന്നു. ഹരിവു. സാരം: ഭക്തിമൂലം മനഃശുദ്ധി വന്ന ആരൊരുവൻ ആദികാരണനും ഭക്തന്മാർക്ക് നിത്യ നൂതനനും ഐശ്വര്യത്തിനിരിപ്പിടവുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് യാഗം, പൂജ തുടങ്ങിയവ നിഷ്കാമ കർമ്മത്തോടുകൂടി നൽകി കൃഷ്ണാവതാര കഥകളെ കീർത്തിച്ചു കഴിയുന്നു. അവർ ഈ ലോകത്തെ അഭീഷ്ടം സാധിച്ച് ജീവിതാവസാനത്തിൽ വൈകുണ്ഠപദത്തെ പ്രാപിക്കുന്നു. ഹരിവു.